നടൻ ബാലയെ വെട്ടിലാക്കി മുൻ ഭാര്യ എലിസബത്ത് ഉദയന്റെ വെളിപ്പെടുത്തൽ. ഗാർഹിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, വഴിവിട്ട ബന്ധങ്ങൾ തുടങ്ങിയ വലിയ ആരോപണങ്ങൾ എലിസബത്ത് ബാലയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നു. പിരിഞ്ഞ ശേഷം ആദ്യമായാണ് എലിസബത്ത് പരസ്യമായി തുറന്നു പറച്ചിൽ. വിവാഹ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഓരോന്നും എലിസബത്ത് എണ്ണി പറയുന്നു. കരൾ രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന സമയത്ത് ബാലയ്ക്ക് തെറ്റായി മരുന്ന് കൊടുത്തെന്ന് ബാല പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് പല പ്രശ്നങ്ങളും തുടങ്ങിയത്. പിന്നാലെ എലിസബത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കമന്റുകൾ വന്നു. ഇതോടെയാണ് എലിസബത്ത് പ്രതികരിച്ചത്. ഇത്രയും കാലം താൻ പേടിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു. ഇനിയും പേടിക്കാൻ താൻ ഇല്ലെന്നാണ് എലിസബത്ത് പറയുന്നത്. മുൻ വിവാഹ ബന്ധത്തിലെ മകളുടെ പേര് പറഞ്ഞ് ബാല നാടകം കളിച്ചെന്ന് എലിസബത്ത് ആരോപിക്കുന്നു. എലിസബത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു വന്ന ഒരാളുടെ കമന്റിന് ബാലയുടെ മകളെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെതിരെ എലിസബത്ത് സംസാരിച്ചു. ബാലയുടെ അറിവോടെയാണ് വളരെ അടുത്ത ഒരാൾ ഈ കമന്റ് തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം 50% ഉത്തരവാദിത്തം ഈ കമന്റിലാണെന്നും എലിസബത്ത് പറയുന്നു. സ്വന്തം മകളെ പോലും ബാല ഇന്ന് തള്ളി പറയുകയാണെന്ന് എലിസബത്ത് പറയുന്നു. എത്ര മോശമായി നിങ്ങൾ ആ കുട്ടിയെക്കുറിച്ച് പറയുന്നു. പല ക്രിമിനൽ കഥകൾ വന്നപ്പോഴും നിങ്ങളുടെ സെന്റിമെന്റ്സ് ആ കുട്ടിയിലാണ്. അതിൻ്റെ നന്ദിയെങ്കിലും കാണിക്കാമായിരുന്നു. എത്ര പ്രാവശ്യം അവരുടെ ഫോൺ ലീക്ക് ചെയ്തിട്ടുണ്ട്. ഫോൺ ലീക്ക് ചെയ്ത് പല മീഡിയയ്ക്കും കൊടുത്ത് അയ്യോ എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞതും എലിസബത്ത് പറയുന്നു. കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. ഒന്നുമെങ്കിലും പല കേസുകളിൽ നിന്ന് നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് ഈ കുട്ടിയുടെ പേരിലാണ്. പുള്ളിക്കാരിയുടെ ബർത്ത്ഡേക്ക് ഡാഡി ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു. ആ കരച്ചിലാണ് ഞാൻ വീണത്. പല പെണ്ണുങ്ങളും അങ്ങനെയാണ് വീണത്. ഇനി അതുപോലെ സിമ്പതി കിട്ടുവാനുള്ള പരിപാടികൾ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. എത്ര കാലം നിങ്ങളോട് ജീവിച്ചതല്ലേ. അതുകൊണ്ട് അടുത്ത നീക്കം മുന്നോട്ട് കാണാമെന്ന് എലിസബത്ത് വ്യക്തമാക്കി. മുൻ ഭാര്യ അമൃതയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചത് ബാല തന്നെയാണെന്ന് പറയുന്നു. എന്നാൽ അമൃതയുടെ പേരെടുത്ത് എലിസബത്ത് പരാമർശിക്കുന്നുമില്ല. എലിസബത്തിന്റെ ആരോപണങ്ങൾ ഇതിനിടെ വലിയ ചർച്ചയായിട്ടുണ്ട്. ബാലയ്ക്കെതിരെ വിമർശനങ്ങളും ശക്തമാണ്. എലിസബത്ത് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പേരാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. ആരോപണങ്ങളുടെ ബാല പ്രതികരിച്ചിട്ടില്ല.